ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ചേട്ടൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരുടെ മോളുടെ കല്യാണത്തിനാണ് തിരുപ്പതിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിതാ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി മണ്ഡപത്തിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കല്യാണ വിശേഷങ്ങളും എല്ലാം കാണാം. ഓക്കെ. അപ്പം ഞങ്ങൾ താഴെ വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇതാ താഴെ വന്നിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പം എല്ലാവരും ഇതാ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വണ്ടി എപ്പോഴാണ് എത്തുകയെന്ന് വിളിച്ച് ചോദിക്കുകയാണ്. ഞങ്ങൾ മണ്ഡപത്തിലെത്തിയിട്ടോ. നല്ല തിരക്കുണ്ട്, ആളുകളൊക്കെ ഫുള്ളായിട്ടുണ്ട്. ഞങ്ങൾക്ക് സീറ്റൊന്നും കാണുന്നില്ല. അപ്പോൾ ഇവിടെ 2 സെക്ഷനായിട്ടാണ് തിരിച്ചിട്ടുണ്ട്. ജെൻസിൻ്റെ ലേഡീസിൻ്റെ സെപ്പറേറ്റ് ആണ് കേട്ടോ കല്യാണം. അങ്ങനെയാണ് ഇവരുടെ. അപ്പോൾ ജെൻസിൻ്റെ സീറ്റിലേക്ക് ചേട്ടനും മോനും കൂടെ പോയി. ഞങ്ങൾ ലേഡീസിൻ്റെ ഭാഗത്തേക്ക് വന്നു. അപ്പോൾ അവിടെയും സീറ്റൊന്നും കാണുന്നില്ല. ഞങ്ങളൊക്കെ നിൽക്കുകയാണ് കേട്ടോ, നിൽക്കേണ്ടി വന്നു. കല്യാണ പെൺകുട്ടീനെ അവിടെ എത്തിയിട്ട് അവരെന്തെല്ലാമോ ചടങ്ങൊക്കെ ചെയ്യുന്നുണ്ട്. കുറേ ലേഡീസ് ചുറ്റും ഇരുന്നിട്ട് പെൺകുട്ടീൻ്റെ തലയിൽ എന്തൊക്കെയോ ഇട്ട് എന്തൊക്കെയോ ചടങ്ങുകൾ നടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ പെൺകുട്ടീൻ്റെ ചടങ്ങൊന്നും ഈ ജെൻസിന് കാണാൻ പറ്റില്ല കേട്ടോ. ഇതിങ്ങനെ മറച്ച് വെച്ചിട്ടുണ്ട്. വൈറ്റ് കളർ തുണി വെച്ചിട്ട് ആ ഭാഗം മൊത്തം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ മൊത്തം ലേഡീസാണ് ഇരിക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾ കാണുന്നില്ലേ അവരുടെ കയ്യിലിരിക്കുന്നത് കുറേ നട്ട്സും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എന്തൊക്കെയോ ആണ്. അപ്പോൾ അതൊക്കെ അവിടെ കൂടിയിരിക്കുന്ന ലേഡീസിൻ്റെ തലയിലൊക്കെ എറിയുന്നുണ്ട്. അതൊക്കെ അവരുടെ ഒരു ചടങ്ങിൻ്റെ ഭാഗമാണ്. അതൊന്നും നമ്മളിതുവരെ കണ്ടിട്ടില്ല. ഇതൊക്കെ എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇത് ഇവിടെ ജെൻസിനൊന്നും ഇത് കാണാൻ പറ്റില്ല. ഇതിവിടെ ഈ സെക്ഷനിൽ അങ്ങനെ ലേഡീസ് മാത്രമാണ് ഇരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ജെൻസിൻ്റെ ഭാഗത്ത് നമുക്ക് പോവാനും പറ്റില്ല. അവിടെ കല്യാണ ചെറുക്കനെ അവർക്ക് കാണാം, നമുക്ക് കല്യാണ ചെറുക്കൻ്റെ ചടങ്ങുകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെയാണ് കേട്ടോ. പെൺകുട്ടീൻ്റെ ചടങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ചെറുക്കൻ്റെ പരിപാടികളും കഴിഞ്ഞു എന്ന് തോന്നുന്നു. ചെറുക്കനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട പരിപാടിയിലേക്കാണ്. പക്ഷേ നമുക്ക് അങ്ങനെ ചെറുക്കനെ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നില്ല. കാരണം ചെറുക്കൻ്റെ ചുറ്റും ആളുകൾ വട്ടം കൂടി നിൽക്കുന്നുണ്ട്. എന്തെല്ലാമോ നടക്കുന്നുണ്ട് അവിടെ. പക്ഷെ നമുക്ക് ചെറുക്കനെ കാണാൻ കഴിയുന്നില്ല. നമുക്ക് നോക്കാം. കുറേ നേരം ശ്രമിച്ചു കേട്ടോ ചെറുക്കനെ കാണാമെന്ന് പറഞ്ഞിട്ട്. ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ നല്ല തിരക്കാണ് അവിടെ. എല്ലാവരും വട്ടം കൂടി നിന്ന് ചെറുക്കനെ കളിയാക്കലും തമാശ പറയലും അവിടെ അവരുടെ ഫാമിലി ഒരുമിച്ച് നിന്ന് എന്തെല്ലാമോ നടക്കുന്നുണ്ട് അവിടെ. പക്ഷെ നമുക്കൊന്നും ഒരു രക്ഷയില്ല. ഒരു വീഡിയോ പോലും എടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ കുറേ നേരം ട്രൈ ചെയ്ത് അവസാനം ചെറിയൊരു ഗ്യാപ്പിൽ നമുക്ക് ചെറുക്കനെ കാണാൻ കഴിഞ്ഞു. നല്ല പോലെ ഡ്രസ്സിങ് ചെയ്തിട്ടുണ്ട് അവർ. മാലയും എന്തെല്ലാമോ ഇട്ടിട്ട് ഒരു പ്രത്യേകതരം ഒരു വേഷവിധാനമായിരുന്നു ചെറുക്കൻ്റേത്. പക്ഷെ അടുത്ത് നിന്നിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫ്രണ്ട്സ്, കാണുന്നുണ്ടല്ലോ കുറേ മാലയും പൂമാലകളും പിന്നെ തലയിൽ കൂടെയും കഴുത്തിൽ കൂടെയൊക്കെ കുറേ മാലകളൊക്കെ ഇട്ടിട്ട് നീങ്ങിപ്പോണത് വേറെ ആരുമല്ല, ഇതാണ് കല്യാണ ചെറുക്കൻ. ഇത്രേ നമുക്ക് പകർത്താൻ പറ്റിയുള്ളൂ. പെട്ടെന്നായിരുന്നു ഒരു മിന്നൽ പോലെ ചെറുക്കൻ വന്നു. എല്ലാവരും കൂടെ ചുറ്റി നിന്ന് അങ്ങനെ തന്നെ ചെറുക്കനെ കൊണ്ടുപോയി. ഇങ്ങനെ കാണാൻ കഴിഞ്ഞുള്ളൂ. എനിക്ക് ഇതൊരു പുതിയ ഒരു അനുഭവമാണ്. ഇങ്ങനെ ഒരു കല്യാണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല.
ചെറുക്കൻ്റെ ഡ്രസ്സിങ് ആണെങ്കിലും പിന്നെ അതുപോലെ എല്ലാം ചടങ്ങുകളും ഒക്കെ കാണുമ്പോൾ എനിക്ക് അതൊരു പുതുമയായിട്ട് തോന്നി. ഇതുവരെ ഞാൻ ഇങ്ങനത്തെ കല്യാണം കണ്ടിട്ടില്ല. അപ്പോൾ ഇതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയിട്ടോ. ഭക്ഷണം എല്ലാം കഴിച്ച് വന്നതിന് ശേഷം ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് സെൽഫി എല്ലാം എടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കല്യാണ വിശേഷങ്ങൾ. ഞങ്ങൾക്കിതൊരു പുതിയ ഒരു അനുഭവമാണ് ഈ കല്യാണം. നിങ്ങൾക്ക് എങ്ങനെ തോന്നി? അപ്പോൾ അതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.